നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ച നവകേരള സദസ്സ് മർദ്ദന കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി സംഘത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിച്ച സംഭവം കേവലം ക്രമസമാധാന പാലനമല്ലെന്നും മറിച്ച് എല്ലാവിധ സർവീസ് ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിക്രമമാണെന്നും നിലവിലെ പ്രത്യേക അന്വേഷണ സംഘം SIT അടിവരയിടുന്നു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP KV ഷൗക്കത്ത് അലി ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ അന്തിമ റിപ്പോർട്ട് വൈകാതെ തന്നെ DGPക്ക് ഔദ്യോഗികമായിട്ട് കൈമാറും. മുൻ സർക്കാരിൻ്റെ കാലത്ത് രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ഉന്നത തലങ്ങളിൽ നിന്ന് ന്യായീകരിക്കപ്പെട്ട ഈ അതിക്രമത്തിന് പുതിയ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് മേധാവിത്വം പൂർണ്ണമായിട്ടും തിരിച്ചുപിടിച്ച ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇപ്പോൾ കനത്ത പ്രഹരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ സർക്കാർ അതീവ രഹസ്യമായിട്ട് പൂഴ്ത്തിവെച്ചിരുന്ന നിർണായകമായിട്ടുള്ള പല ഔദ്യോഗിക തെളിവുകളും പുതിയ അന്വേഷണ സംഘത്തിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ വെളിച്ചം കണ്ടിട്ടുണ്ട് എന്നതാണ് ഈ കേസിൻ്റെ പുതിയ വഴിത്തിരിവെന്ന് പറയുന്നത്. സംഭവ സമയത്ത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ സമർപ്പിച്ച സ്പെഷ്യൽ റിപ്പോർട്ടാണ് പ്രതികൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റോഡിലിട്ട് തല്ലിച്ചതച്ച ഗൺമാന്മാരുടെ നടപടി കേരള പോലീസിന്റെ അന്തസ്സിനും പ്രതിച്ഛായയ്ക്കും വലിയ അവമതിപ്പ് ഉണ്ടാക്കിയെന്നും ഇവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള അടിയന്തര നടപടി വേണമെന്നുമായിരുന്നു ആ റിപ്പോർട്ടിലെ ശുപാർശ. എന്നാൽ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥയെ പ്രതികാര ബുദ്ധിയോടുകൂടി ദൂരേക്ക് സ്ഥലം മാറ്റിയ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മേധാവികൾ കേസിൽ ഉൾപ്പെട്ട ഉന്നതരെ സംരക്ഷിക്കാനായിട്ട് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് മുക്കുകയാണ് ഉണ്ടായത്. ഇരകളായ യുവാക്കൾ കോടതി വഴി ഗൺമാന്മാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തപ്പോഴും ഈ റിപ്പോർട്ട് DGP ഓഫീസിലോ കോടതിയിലോ എത്താതിരിക്കാനായിട്ട് മുൻ ഭരണകൂടം പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. മുൻ സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ സംരക്ഷണത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗൺമാൻ അനിൽകുമാറും രണ്ടാം പ്രതിയായിട്ടുള്ള സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ഉൾപ്പെടെയുള്ളവർ യാതൊരുവിധ അച്ചടക്ക നടപടിയും നേരിടാതെ ഇത്രയും കാലം VIP സുരക്ഷാ സംഘത്തിൽ തുടർന്നിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതോടെ ഈ കേസിൻ്റെ ഗതി പൂർണ്ണമായിട്ട് മാറുന്ന കാഴ്ചയ്ക്കാണ് പൊതുസമൂഹം സാക്ഷ്യം വഹിക്കുന്നത്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം പഴയ ഫയലുകളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് ചൈത്ര തെരേസ ജോണിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ട് കൃത്യമായിട്ട് പൊക്കിയെടുത്ത് കേസിലെ പ്രധാന രേഖയാക്കി മാറ്റുകയായിരുന്നു. ഇതോടെ മുൻപ് പ്രതികളെ രക്ഷിക്കാനായിട്ട് നിയമവിരുദ്ധമായിട്ട് കൂട്ടുനിൽക്കുകയും തെളിവുകളൊക്കെ തന്നെ മറച്ചുവെക്കാനായിട്ട് സഹായിക്കുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിലെയും പോലീസിലെയും മറ്റ് ചില ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ കടുത്ത നിയമ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് 2023 ഡിസംബർ 15-നാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിന് നേരെയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിക്രമം അഴിച്ചുവിട്ടത്. നിലയുറപ്പിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ അനിൽകുമാറും സംഘവും ഇപ്പോഴത്തെ MLA AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ലാത്തി ഉപയോഗിച്ച് പൊതിരെ തല്ലിച്ചതച്ചത്. തലയ്ക്കും കൈകാലുകൾക്കും മാരകമായിട്ട് പരിക്കേറ്റ ഇവർ മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ പുറത്തു വന്ന് വലിയ ജനരോഷം ഉയർന്നിട്ടും അതിനെ ന്യായീകരിക്കാനാണ് അന്നത്തെ ഭരണ നേതൃത്വം ശ്രമിച്ചത് തന്നെ. തുടർന്ന് കേസ് അന്വേഷിച്ച അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പ്രതികൾക്ക് അനുകൂലമായിട്ട് കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകി കേസ് ഒതുക്കാനായിട്ട് പരമാവധി ശ്രമിച്ചെങ്കിലും പരാതിക്കാർ കോടതിയെ സമീപിച്ചതോടെ നവംബറിൽ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി കേസിൽ കർശനമായിട്ടുള്ള പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. കോടതി ഉത്തരവിന് പിന്നാലെ പുതിയ UDF സർക്കാർ ഇപ്പോൾ അധികാരമേറ്റതോടുകൂടി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പഴയ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 7 അംഗ ശക്തമായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും കേസ് ഫയലുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും വിളിച്ചു വരുത്തിയ പുതിയ സംഘം എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. മാധ്യമങ്ങൾ പുറത്തുവിട്ട ആക്രമണ ദൃശ്യങ്ങളൊക്കെ തന്നെ അതിൽ യാതൊരുവിധ കൃത്രിമത്വവും നടന്നിട്ടില്ലെന്നും അവ പൂർണ്ണമായിട്ടും ആധികാരികമാണെന്നും സൈബർ ഫോറൻസിക് പരിശോധനയിലൂടെ അന്വേഷണ സംഘം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങൾ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന പ്രതികളുടെയൊക്കെ തന്നെ വാദങ്ങളെല്ലാം ചൈത്ര തെരേസ ജോണിൻ്റെ റിപ്പോർട്ടിലൂടെയും ഫോറൻസിക് ഡിജിറ്റൽ തെളിവുകളിലൂടെയും ഒക്കെ തന്നെ പൂർണ്ണമായും പൊളിയുകയും പ്രതികൾ മനഃപൂർവ്വം ഇരകളെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് മർദ്ദിച്ചതെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘത്തിലെ സുപ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP ബൈജു K പൗലോസ് കൂടി ആലപ്പുഴയിൽ എത്തുന്നതോടെ പ്രതികളായിട്ടുള്ള ഗൺമാന്മാരെ ചോദ്യം ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ട് വിളിപ്പിക്കാനുള്ള നോട്ടീസ് നൽകുന്നതാണ്. ഉന്നതതലത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. മുൻ ഭരണകൂടത്തിലെ പ്രമുഖരുമായിട്ട് അടുത്ത ബന്ധമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ പുതിയ ടീം എത്തുമ്പോൾ അത് മുൻ ഭരണപക്ഷ ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്.
ഏതായാലും വരും ദിവസങ്ങളിൽ DGPക്ക് അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പ്രതികളായിട്ടുള്ള 4 സുരക്ഷാ ജീവനക്കാരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കടക്കും. നിയമം കയ്യിലെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതായിട്ട് ഈ കേസിൻ്റെ അന്തിമ വിധി മാറുമെന്നതിൽ തർക്കമില്ല.